ഇത് ദക്ഷയാഗത്തിന്റെ പുണ്യഭൂമിയാണ്. അതാണ് ഐതിഹ്യ പ്രാധാന്യം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് എന്നുള്ള സ്വയംഭൂവായ ശിവലിംഗമാണ്. ഇവിടുത്തെ ഓരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ഓരോ സമുദായങ്ങളാണ് അത് നിർവഹിക്കുന്നത്. ചിട്ടകൾക്കനുസരിച്ചുള്ള ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. ഹിന്ദു ഐക്യവേദി രൂപീകൃതമായ സ്ഥലം കൊട്ടിയൂരാണെന്ന് പറയണം. അങ്ങനെ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മൈ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു മഹത്തായ ഭാവാത്മകമായ തത്വം ആവിഷ്കരിതമാകുന്ന ഒരു സന്നിധാനമാണ് ഇവിടെ. ആളുകൾ ചിലപ്പോൾ കൊട്ടിയൂർ വലിയ ക്ഷേത്രം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരും. പക്ഷെ വരുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോടിണങ്ങി പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായി കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഉള്ളത്. ഇവിടുത്തെ ഈ തിരുവഞ്ചിറയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. മാവലി തീർത്ഥത്തിൽ മുങ്ങിക്കുളിയാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രം, ക്ഷേത്രാചാരങ്ങൾ, ചിട്ടകൾ, ദർശന സമ്പ്രദായങ്ങൾ, പൂജ, ആരാധന, താന്ത്രിക വിധികൾ, അതിലൊന്നും ഒരു മാറ്റവും കൊട്ടിയൂർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത.